എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് കാണിക്കുന്നത് ആൽഫ്രെഡോ ചിക്കനാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു ഗാർലിക്, അതായത് മഷ്റൂമും ഗാർലിക്കും ഒക്കെ ഇട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സോസിൽ കിടക്കുന്ന ഒരു അടിപൊളി ചിക്കനാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ആൽഫ്രെഡോ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ തൈസാണ്. വിത്ത് സ്കിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മിൻസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൻസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ പൊടിയായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാതെ നിങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ തൈസിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുന്നതാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. വെളുത്തുള്ളി 2 എണ്ണം വലുത് ഒന്ന് മിൻസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ എടുക്കാം. ഇനി കുറച്ച് ഉള്ളിയുടെ പൊടിയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പിസ്സ സീസണിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ കുറച്ച് ബേസിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതിടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇതിലേക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് പാപ്രിക്ക കൂടി ഇട്ട് കൊടുക്കാം. പാപ്രിക്ക നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. പാപ്രിക്ക നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാകും. ഇതിൽ ഒരുപാടങ്ങ് സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ല, കുറച്ചൊരു മൈൽഡായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഷ്റൂം. അപ്പോൾ മഷ്റൂം ഇതുപോലെ വാങ്ങാനായിട്ട് കിട്ടും. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂമോ ഏത് ടൈപ്പിലുള്ള മഷ്റൂമോ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാസ്റ്റ് ആൻഡ് ഒരു പാനാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതൊരു ടേബിൾ സ്പൂണോളം ബട്ടറുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം. കൂട്ടിയിടരുത്, കൂട്ടിയിട്ടാൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് വരില്ല. അപ്പോൾ കുറച്ച് തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ 2 സൈഡും നിങ്ങൾക്ക് തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് 2 സൈഡും ഒരേപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അതിനുശേഷം ചിക്കൻ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു അടിയിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു അടിയിൽ പിടിച്ചത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളകി കിട്ടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മഷ്റൂം കൂടി ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു അടിയിൽ പിടിച്ചൊന്ന് മാറാനായിട്ട്. അപ്പോഴത്തേക്കും നന്നായിട്ട് ആ ഒരു സോസ് പോലെ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഈ ഒരു മഷ്റൂം കുക്കാകാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കാവും. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ ഏത് ക്രീമായാലും കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം ചേർക്കേണ്ട ആവശ്യമില്ല, പാല് ചേർത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി പാലാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1-2 ടീസ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു മഷ്റൂം വറക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പാലും ആ ഒരു മൈദയും കൂടെ ചേർന്നിട്ട് നല്ലൊരു ക്രീമി പരുവത്തിൽ ആയി കിട്ടും, നമ്മൾ വൈറ്റ് സോസ് പാസ്തയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ആൽഫ്രെഡോ ചിക്കൻ പാസ്തയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇനി ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പാസ്ത കുക്ക് ചെയ്തിട്ടും ഇതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത സെപ്പറേറ്റ് കുക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണങ്ങിയതാണ് ഇട്ട് കൊടുത്തത്. അവസാനമായിട്ട് കുറച്ച് മോസറല്ല ചീസ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൽഫ്രെഡോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് പാസ്തയുടെ കൂടാണ്.
അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ചിന് ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്